കണ്ണുനീരിൽ കുതിർന്ന ചോറുരുളകളും കാത്തിരുന്ന് തളർന്ന കൺകോണുകളുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിലെ അമ്മയുടെ അടയാളം. ത്യാഗത്തിന്റെ പീഠത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ അമ്മ രൂപം സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിപ്പിച്ച് കുടുംബത്തിനു വേണ്ടി മാത്രം ശ്വസിച്ചവളായിരുന്നു. തുലാഭാരത്തിലെ തേങ്ങലിൽ തുടങ്ങി വാത്സല്യത്തിലെ വാത്സല്യക്കടലായി ആ ബിംബം ദശാബ്ദങ്ങളോളം നമുക്കിടയിൽ നിറഞ്ഞു നിന്നു. കവിയൂർ പൊന്നമ്മയുടെ ശാന്തമായ പുഞ്ചിരിയും മുണ്ടും നേരിയതും ആ അമ്മ സങ്കല്പത്തിന് ഒരു പുണ്യ പരിവേഷം തന്നെ നൽകി. എന്നാൽ ഈ പതിവ് കാഴ്ചകളെ പൊളിച്ചെഴുതിയ ചില വിപ്ലവകാരികളും നമുക്കുണ്ടായിരുന്നു. KG ജോർജിന്റെ സിനിമകളിലെ അമ്മമാർ മാതൃത്വത്തിന്റെ ചട്ടക്കൂടുകൾ ഭേദിച്ച് തങ്ങളുടെ അഭിലാഷങ്ങളും അവകാശങ്ങളും ഉറക്കെ പറഞ്ഞവരായിരുന്നു. KPSC ലളിതയും ഫിലോമിനയും ആ അമ്മ രൂപങ്ങൾക്ക് കരുത്തും കുസൃതിയും പകർന്നു നൽകി. ഗോഡ്ഫാദറിലെ ആനപ്പാറ അച്ചാമ്മയെ പോലെ പൗരുഷത്തോട് നേർക്കുനേർ നിൽക്കുന്ന പെൺകരുത്തുകൾ അക്കാലത്തെ വേറിട്ട കാഴ്ചകളാവുകയായിരുന്നു. കാലം മാറിയപ്പോൾ കഥയും മാറി. അമ്മമാർ വെറും അമ്മമാർ മാത്രമല്ല, സ്വപ്നങ്ങളുള്ള മനുഷ്യരാണെന്ന് പുതിയ സിനിമകൾ വിളിച്ചു പറഞ്ഞു. ഭർത്താവ് പോയപ്പോൾ തകർന്നു പോകാതെ ജീവിതം ആഘോഷമാക്കിയ ബാംഗ്ലൂർ ഡേയ്സിലെ അമ്മയും മക്കളുടെ മാന്യതയേക്കാൾ സ്വന്തം സമാധാനത്തിന് വില കൽപ്പിച്ച് വീട് വിട്ടിറങ്ങിയ കുമ്പളങ്ങി നൈറ്റ്സിലെ അമ്മയും വലിയ മാറ്റങ്ങളുടെ തുടക്കമായിരുന്നു. ഇന്നത്തെ സിനിമകളിൽ ഈ മാറ്റം കൂടുതൽ തെളിച്ചമുള്ളതാണ്. ഭൂതകാലത്തിലെ വേറിട്ട ഭയവും റോഷോക്കിലെയും ടർബോയിലെയും ബിന്ദു പണിക്കർ മിന്നിച്ച പുതുമയുള്ള അമ്മമാരും നമ്മെ അമ്പരപ്പിക്കുന്നു. മാർവൽ സിനിമകൾ കണ്ട് ഇൻസ്റ്റഗ്രാം റീൽസ് ചെയ്യുന്ന അമ്മമാർ മാറുന്ന മലയാള സിനിമയുടെ മുഖച്ഛായയാണ്. ചുരുക്കത്തിൽ അടുക്കളയുടെ 4 ചുവരുകളിൽ നിന്ന് ആത്മവിശ്വാസത്തിന്റെ ആകാശത്തേക്ക് മലയാള സിനിമയിലെ അമ്മമാർ ഇന്ന് നടന്നു കയറുകയാണ്. ത്യാഗത്തിന്റെ വെണ്ണക്കൽ പ്രതിമകളല്ല, തങ്ങളുടേതായ വ്യക്തിത്വവും സ്വത്വവുമുള്ള പച്ചയായ മനുഷ്യരായി അവർ മാറുമ്പോൾ മലയാള സിനിമ കൂടുതൽ മിഴിവുറ്റതാകുന്നു.